രാമ ശ്രീരാമ ശ്രീരാമോ ശ്രീരാമോ. കേരളം മാറി കേട്ടോ. കേരളം പണ്ടത്തെ കേരളമല്ല കേട്ടോ. ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ ആ ബുദ്ധിജീവി പ്രകടനമുള്ള എക്സിബിഷനിസം അത് നിങ്ങളുടെ വീടിനകത്ത് മക്കളുടെയും ഭാര്യയുടെ മുമ്പിൽ കാണിച്ചാൽ മതി. ബുദ്ധിജീവി ഉണ്ട് കേരളത്തിൽ, ബുദ്ധിജീവി ഉണ്ടായിരുന്നു. ശങ്കരാചാര്യരടക്കം അവിടെ നിങ്ങൾ പുറപ്പെടുകയാണ്. ബുദ്ധിജീവി പരമ്പര വേണ്ടത്രയുണ്ട്. അതിൽ നിങ്ങൾ പെടില്ല. നിങ്ങളൊരു മാട്ട നാടകക്കാരൻ മാത്രമാണ്. സിനിമാ രംഗത്ത് പോലും നിങ്ങളുടെ ഒരു കഥാപാത്രത്തിൻ്റെ പേര്, വേലായുധൻ എന്ന് പറഞ്ഞാൽ സിനിമാ രംഗത്ത് വേലായുധൻ എന്ന് പറഞ്ഞാൽ അത് പ്രേം നസീറാണ്. പ്രേം നസീർ വേലായുധനല്ല, വേലായുധൻ പ്രേം നസീറായിട്ട് മാറി എന്ന് പറയേണ്ടി വരും. ചെല്ലപ്പൻ സത്യനായിട്ട് അഭിനയിച്ചോ, സത്യൻ ചെല്ലപ്പനായിട്ട് അഭിനയിച്ചോ അറിയില്ല. അനുഭവങ്ങൾ പാടിച്ചുകൾ. കറുത്തമ്മോ പഴനി ചെമ്മീനിൽ അതൊക്കെ നാഴികക്കല്ലുകളാണ്. ഇയാൾ ഏതൊരു കഥാപാത്രമാണോ മനുഷ്യന്മാർ സ്മരിക്കുന്നത്? അപ്പോൾ ഒരു മൂലയ്ക്ക് ഇരുന്നാൽ പോരെ, തൻ്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ച് ഒരു മൂലയ്ക്ക് ഇരുന്നാൽ പോലെ. ഇപ്പം മുസ്ലിങ്ങൾ ശവം കൊണ്ടുപോകുമ്പോൾ തലയിൽ കെട്ടുകെട്ട പോലെ കെട്ടിയിട്ട് ഞാൻ സംതിങ് സ്പെഷ്യലാണ്. ഇത് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളം മാറി രാമ, കേരളം മാറി കുരാമ. കുഴിമന്തി എന്ന പേര് നിരോധിക്കണമെന്ന് ഒരു 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 പ്രസ്താവനയായിട്ട് വന്നു. ആൾക്കാർ ഏറ്റെടുക്കുന്ന വിചാരിച്ചത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ടൺ കണക്കിന് തെറി കിട്ടി. അവസാനം മാപ്പും പറഞ്ഞു. ഒരു കാര്യം പറയുമ്പോൾ അതിനങ്ങോട്ട് ഉറച്ചു നിൽക്കണമെന്നേ. നാശനഷ്ടങ്ങൾ വരും. തൻ്റെ വരവ് നിലയ്ക്കും, തൻ്റെ പേര് നഷ്ടപ്പെടും, തൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും. എന്നാലും മാറരുത് വാക്ക് മാറിയിട്ട്. പറഞ്ഞെടുത്ത് ഒരുമിച്ച് നിൽക്കണം. പറയുമ്പോൾ ആലോചിച്ച് പറയണം. അപ്പോൾ പിന്നെ പറയുന്നതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കേണ്ടി വരില്ല എന്നർത്ഥം. മുമ്പ് കുഴിമന്തിയെക്കുറിച്ച് പറഞ്ഞു, വളരെ മോശമായിട്ട്. എഴുത്തുകാരെന്ന ലേബലിൽ ഇവിടെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, പണ്ടൊക്കെ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഒരു ഉറൂബ്, അങ്ങനെ എന്താ എഴുതിയത്? സുന്ദരന്മാരും സുന്ദരികളും, സുന്ദരികാരും സുന്ദരന്മാരും. എസ് കെ പൊറ്റേക്കാട്ട്, അതുപോലെ തന്നെ വക്കീലായിരുന്ന തകഴി ശിവശങ്കരപ്പിള്ള, അത് എം ടി വാസുദേവന്മാർ കുറേയുണ്ട്. അവർക്ക് എന്തെഴുതി എന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. അവരെഴുതിയ പുസ്തകങ്ങളുടെ പേര് വരെ പറയും. അന്ന് അങ്ങനെ 1, 2, 3, 4, 8, 10, 15, 20, 25 എഴുത്തുകാരുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എഴുത്തുകാരുടെ എണ്ണം എത്രയെന്ന് അറിയാം കേരളത്തിൽ? ഇപ്പോൾ അടുത്ത കാലത്ത് ഗവൺമെൻറ് കണക്കെടുത്തപ്പോൾ 2,27,535 എഴുത്തുകാരുണ്ടെന്നാണ് പറയുന്നത് കേരളത്തിൽ. എല്ലാവരും എഴുത്തുകാരാണ്. കാലത്ത് എഴുന്നേറ്റു, പല്ല് തേച്ചു, എന്നിട്ട് ഞാൻ വട തിന്നു, അല്ലെങ്കിൽ ഞാൻ ഇഡ്ഡലി തിന്നു, ഞാൻ പുറത്തേക്ക് പോയി, അവിടെ മഴ ചാറുന്നുണ്ടായിരുന്നു, മഴച്ചാറ്റിൽ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്, ആയതുകൊണ്ട് തന്നെ ഞാൻ കുടയെടുത്തില്ല. ഇങ്ങനെ എഴുതുക. ഞാൻ തൂറി, ഞാൻ മുള്ളി. അത് പെണ്ണുങ്ങളാണെങ്കിൽ ഉടനെ തന്നെ പ്രസാധകരുടെ അവിടെ അടുത്ത് കൊണ്ട് പറയും, നമുക്കിതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യണം, അതിന് നമുക്ക് ഊട്ടിയിലേക്ക് പോകാമെന്ന് പറയും. ഊട്ടിയിൽ തണുപ്പല്ലേ, എന്നാൽ പൂഞ്ഞാറ്റിലേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവിടെ പോയിട്ട് 3-4 ദിവസം ചർച്ച കഴിയുമ്പോൾ പ്രസാദനത്തിനുള്ള ഒരു കൈ. അങ്ങനെയുള്ള കുറേ എഴുത്തുകാരികൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ഇയാൾ. 2022 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് കുഴിമന്തി എന്ന വാക്ക് നിരോധിക്കണമെന്ന് പ്രസ്താവിച്ചത്. ഇയാൾക്ക് എന്തിൻ്റെ കേടവാസ്തവത്തിൽ? തനിക്ക് ഒരു ദിവസത്തെ ഏകാധിപതിയാകാൻ കഴിഞ്ഞാൽ
കുഴിമന്തി എന്ന വാക്ക് നിരോധിക്കും എന്നാണ് ഇയാളന്ന് പറഞ്ഞത്. കുഴിമന്തി നിരോധിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഠേ എന്നൊരു ശബ്ദം കേട്ടു. അത് അയാൾക്ക് ഓർമ്മയുള്ളൂ. പിൻകഴുത്തിലാണ് അടി കിട്ടിയത്, അത് ഓർമ്മയുള്ളൂ. പിന്നെ മിണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച്. തമിഴൻ പറയല്ലേ, ഞാനൊന്ന് തന്നാൽ താങ്കുമാട്ടെ, 4 നാൾ തൂങ്കുമാട്ടെ, അയ്യോ എന്നല്ല വിളിച്ചുകൊണ്ട് നടക്കും. അതാ ഉണ്ടായത്. ന്യൂനപക്ഷ സമുദായം മുസ്ലിങ്ങൾ ഒന്നടങ്കം കടന്നലാക്രമിക്കുന്ന പോലെ ഇയാളെ ട്രോളിംഗ് അല്ല, പച്ചത്തറി ഗുണ്ടായിസം. അവർ മദ്രസയിൽ പഠിച്ച വാക്കുകൾ മുഴുവൻ ഇയാളുടെ മേലെ കൊണ്ട് ചൊരിഞ്ഞു. ശരിക്കും അയാളുടെ ശരീരത്തിലൊന്ന് കയറി അങ്ങോട്ട് മേഞ്ഞു. അതോടുകൂടിയിട്ട് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. അതായത് ഛർദ്ദിച്ചത് വാരി തിന്നു, തൂറിയത് വാരി തിന്നു, അതന്നെ. ഒടുവിൽ എന്ത് ചെയ്തു? ഇന്നിപ്പോൾ സിനിമാ രംഗത്ത് ഇയാളൊരു മൂലയിലുണ്ടല്ലോ. സിനിമ പിടിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളാണല്ലോ, മട്ടാഞ്ചേരി മാഫിയ അടക്കം. അപ്പോൾ അവിടേക്കും കയറാൻ പറ്റാതെ വന്നപ്പോൾ ഇയാൾ ഉടനെ തന്നെ അവർ ചെരുപ്പ് നക്കാൻ തുടങ്ങി. പിന്നെ പറച്ചിലായി. കുഴിമന്തി എന്ന ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരുപാട്, അതിനോട് ഒരു വിരോധവുമില്ല. പക്ഷെ അതിൻ്റെ പേര് വല്ല വൈജയന്തിമാലെന്നോ ഹേമമാലിനി എന്നൊക്കെ ആക്കി മാറ്റണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കുഴിമന്തി എന്നുള്ള പേര് അങ്ങോട്ട് സുഖമാവുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാപ്പ് തരണം. ആ കാര്യം പറഞ്ഞത് മറ്റു പലരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ചിലരെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അതിന് ഞാൻ സങ്കടപ്പെടുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ചെരുപ്പുകൾ കൊണ്ടുവരൂ, നക്കിത്തരാം, ഇങ്ങനെ കുറിക്കേണ്ടി വന്നു. അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്. പറഞ്ഞല്ലോ, ഒരു ദിവസത്തേക്ക് തന്നെ കേരളത്തിൽ ഏകാധിപതിയായിട്ട് അവരോധിച്ചാൽ കുഴിമന്തി എന്ന പേര് എഴുതുന്നതും പറയുന്നതും നിരോധിക്കും. മലയാള ഭാഷയെ മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നടപടിയായിരിക്കും അതെന്നാണ് ഇയാൾ പറഞ്ഞത്, ഈ ഇമ്മണി വലിയ എഴുത്തുകാരൻ പറഞ്ഞത്. കുഴിമന്തി എന്ന് കേൾക്കുന്ന സമയത്ത് പെരിച്ചാഴി പോലെ, തൊരപ്പൻ എന്ന ജീവിയെ പോലെ, അങ്ങനെ ഒരു ജീവിയെയാണ് ഓർമ്മ വരുന്നത്. അത് ചാഞ്ഞു കിടക്കുന്ന മരത്തുമ്മ ഓടിക്കയറുന്നൊരു ഒരുത്തിയുണ്ട്, ശാരദക്കുട്ടി. അവർ വേറൊന്നുമില്ല, ഇതിന് ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി സ്വന്തമായിട്ടുള്ള അവലോകനം ചെയ്യാനുള്ള ശേഷിയൊന്നുമില്ല. ഏതായാലും മുസ്ലിം സമൂഹം ഇളകിയതോടുകൂടി ശ്രീരാമന് നക്കി കൊടുക്കേണ്ട വന്നു, ചെരുപ്പ് നക്കി കൊടുക്കേണ്ട വന്നു, മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും പുലിക്കളിയെക്കുറിച്ച് അപരാധം പറഞ്ഞിരിക്കുകയാണ്. പുലിക്കളിയെയും പുലിക്കളിക്കാരെയും കുറിച്ച് അപരാധം പറഞ്ഞിരിക്കുകയാണ്. അത് പിന്നെ പറയാമല്ലോ, ഹിന്ദുക്കളല്ലേ, ജന്തുക്കളാണല്ലോ, വെറുതെ ഒന്നും മോങ്ങും. അതത്ര കാര്യമായിട്ട് എടുക്കണ്ട എന്ന് കരുതിയിട്ട് ഇങ്ങനെ പലരും ഹിന്ദുവിനെ കയറി ചൊറിഞ്ഞ് മാന്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാഞ്ഞുപോയി. അതെ, ഏതോ സിനിമയിൽ നെപ്പോളിയൻ പറഞ്ഞ പോലെ, നിൻ്റെ വാക്കുകൾക്ക് ഒരു ക്ലിപ്തത വന്നിരിക്കുന്നു. എന്താ അവരുടെ പേരെന്താണ്? നീലകണ്ഠനോ? നീലകണ്ഠനും മറ്റാളും വേറെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഹിന്ദുവിനെ എന്തും പറയാം, ഹിന്ദു ചോദിക്കില്ല. ഏത് ഹിന്ദുവാ ചോദിക്കുക? അതിന് വേറെ കാര്യം, ഹിന്ദുവിന് ചോദിക്കാനൊരു ജിഹ്വയില്ല, ഒരുമിച്ച് നിൽക്കാൻ വേദിയില്ല. ആയതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കരഞ്ഞാൽ തന്നെ അതൊരു വനരോധനമായിട്ട് കലാശിക്കും. ഇപ്പോൾ ഇവിടെ UDF ആണ് ഭരിക്കുന്നത് എന്നാണ് വെപ്പ്. യഥാർത്ഥത്തിൽ അതൊരു പേര് മാത്രമാണ്. UDF ഭരിക്കുന്നത് ആരാ? ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്. എല്ലാവർക്കും അറിയാം അത്, ആ സത്യം എല്ലാവർക്കും അറിയാം. വണ്ടി ഓടിക്കുന്ന ആരാ? ഡ്രൈവറെ ഓടിക്കുന്ന ആരാ? പുറയിലിരിക്കുന്ന മുതലാളി. ഡ്രൈവർ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഓടിക്കണം, റൈറ്റ് പറഞ്ഞാൽ റൈറ്റിലോട്ട് ഓടിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഓടിക്കുന്നത് ആരാ? വാസ്തവത്തിൽ അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. UDFും പൂക്കി മേനൊന്നുമല്ല, ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണ് ഇവിടെ ഭരിക്കുന്നത്.
അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ ഉള്ളൊരു മാർഗം കണ്ടെത്തിയതാണ് പുലിക്കളി ശരിയല്ല, പുലിക്കളിക്കാർ ശരിയല്ല എന്നൊരു കീച്ചങ്ങോട്ട് കീച്ചിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകും. ജന്തുക്കൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കില്ല. ആ കാലം മാറി രാമ, ആ കാലം മാറി കുരാമ. ഇപ്പം എങ്ങനെയുണ്ട്? ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് കുഴിമന്തിയുടെ കാര്യം പിൻവലിച്ചത്. 24 മണിക്കൂറിൻ്റെ ഇവിടെ പിൻവലിച്ചു. ഹിന്ദു ഉണരുകയാണ്, ഹിന്ദു ഉണരുകയാണ്, ഹിന്ദു ഉണരുകയാണ്. ഹിന്ദുക്കൾ സാധുക്കളാണ്, സഹിഷ്ണുതയുള്ളവരാണ്. ആയതുകൊണ്ട് തന്നെ എന്തും പറയാമല്ലോ, എവിടെ കയറി ചൊറിയാമല്ലോ, അവിടെയും കയറി ചൊറിയാം. ചൊറിഞ്ഞു. പക്ഷേ കുരാമന് ഇങ്ങനെയൊരു തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചില്ല. അന്നത്തെ ഹിന്ദു അല്ല ഇന്നത്തെ ഹിന്ദു അത് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കുരാമൻ കരുതിയതിലും അപ്പുറമായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കേട്ട് ഭൂകമ്പം സൃഷ്ടിച്ചു. ഹിന്ദുക്കൾ ഭൂകമ്പം സൃഷ്ടിച്ചു. 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കുരാമൻ തയ്യാറായി ഹിന്ദുക്കളുടെ ചെരുപ്പ് നക്കാൻ. മാപ്പ് പറഞ്ഞു. ഇപ്പോൾ കുരാമന് ഒരു കാര്യം മനസ്സിലായി. ഇത് കേരളം കുഴിമന്തിയുടെ നാട് മാത്രമല്ല എന്ന് മനസ്സിലായി. സാമ്പാറിൻ്റെയും എലിശ്ശേരിയുടെയും പുളിശ്ശേരിയുടെയും നാട് കൂടിയാണെന്ന് മനസ്സിലായി. കേരളം കുഴിമന്തിക്കാരുണ്ടല്ലോ, അവർ ഡൊമിനേഷൻ നിർവഹിച്ചു വെച്ചിട്ടുള്ള അവരുടെ രാജ്യം അവരുടെ രാജ്യം മാത്രമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. പുലിക്കളിയുടെയും പുലിക്കളിക്കാരുടെയും കൂടി ആധിപത്യമുള്ള കേരളമാണ് ഇപ്പോഴത്തെ കേരളമെന്ന് കുരാമന് മനസ്സിലായി. ഇനി കുരാമനൊരു കാര്യം ചെയ്താൽ മതി, മിണ്ടാണ്ട് അങ്ങോട്ട് ഇരിക്കുക. കാരണം നിങ്ങളുടെ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്കും ഒരു ശൂന്യ സ്ഥലം ഇന്ന് കേരളത്തിലില്ല കേട്ടോ. നമസ്കാരം.